ഇപ്പോൾ സണ്ണിക്കുട്ടി എബ്രഹാം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, PSC ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ ചോർന്നതായുള്ള വാർത്ത പുറത്തുവിട്ടു. അത് നൽകിയതിന്റെ പേരിലാണ് ഇപ്പോൾ മാധ്യമം ലേഖകനായ അനുരു അശോകന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. ആദ്യം അവരുടെ ആവശ്യം ആരാണ് ഈ രേഖകൾ, PSCയിൽ നിന്ന് ഈ വിവരങ്ങൾ ആര് നൽകി, അതായത് സോഴ്സ് ആയിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത്, അത് നൽകാൻ കഴിയില്ല എന്ന് അനുരു അശോകൻ നിലപാടെടുത്തപ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നത് ഫോൺ അവർക്ക് ഹാജരാകേണ്ടിയിരിക്കുന്നു, ഫോൺ നൽകണം എന്ന ഒരു നിർദ്ദേശം അനുരു അശോകന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വാസ്തവത്തിലൊരു പത്രപ്രവർത്തകന്റെ തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാർത്താ ഉറവിടം വെളിപ്പെടുത്താൻ അദ്ദേഹം ബാധ്യസ്ഥരല്ല. ഇതിന് സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ആരാണ് വാർത്ത തന്നത് എന്ന വിവരം സൂക്ഷിക്കുന്നതിന്, അത് രഹസ്യമായി വയ്ക്കുന്നതിന് അദ്ദേഹത്തിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ആദ്യം ഈ പേര് പറയണം, സോഴ്സ് പറയണം എന്ന് പോലീസ് പറഞ്ഞത്. അതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഫോൺ ഹാജരാക്കാനും പറഞ്ഞത്. അപ്പൊ ഈ സോഴ്സ് ആരാണെന്ന് പറയാൻ നമ്മുടെ ലേഖകന് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അതിനിപ്പം അയാൾ പറയുന്നില്ല. അയാളെ പറയാതിരിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഫോണ് പിന്നെ പോലീസിന്റെ മുമ്പിലോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിലോ ഹാജരാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അദ്ദേഹത്തിന് ആ സോഴ്സ് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ ടെലിഫോൺ പരിശോധിച്ച് അതിലെ കോൾ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ അതൊരു അയാളുടെ ആ പോലീസിന് മുമ്പേ പറയേണ്ടത്, അധികൃതരുടെ മുമ്പ് പറയേണ്ടത് നോ, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതേത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വരികയാണെങ്കിലും കേരളത്തിലെ പത്രപ്രവർത്തകർ അതിനെ ഒന്നിച്ചു നേരിടണം. ഒക്കെ ഉണ്ടല്ലോ, അല്ല, യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ ഏജൻസി ഈ രീതിയിലാണോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്താണ് സംഭവിച്ചത്, അതെങ്ങനെ അത് സംഭവിച്ചു എന്നതിൽ അന്വേഷണം നടത്താതെ ഇതിൽ എങ്ങനെയാണ് ഈ വിവരം പുറത്തു വന്നത്, വാർത്ത പുറത്തു വന്നത് എന്നതാണോ അന്വേഷിക്കേണ്ടത്? അല്ല, അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്ന കൂട്ടത്തില് രേഖ പുറത്തു വന്നു, ആരാണെന്നൊക്കെ അറിയാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. അവര് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതേ. നമുക്ക് ഒത്തിരി പിന്നെ സംവിധാനങ്ങളുണ്ടല്ലോ, അവരതനുസരിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അത് ആ ലേഖകന്റെ ടെലിഫോൺ ഹാജരാക്കുക എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തിന് അയാളുടെ തൊഴിലവകാശങ്ങളിൽ പേരിലുള്ള ഒരു കടന്നുകയറ്റമാണ്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അനുസരിക്കാൻ ആ തെരഞ്ഞെടുപ്പ് ആ പത്രലേഖകൻ ബാധ്യസ്ഥരുമല്ല. തൊഴിലവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും മാധ്യമവേട്ടയായി തന്നെയല്ലേ കാണേണ്ടത്? അതെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. തൊഴിലവകാശങ്ങളുടെ പേരിലുള്ള കൈയേറ്റം എന്ന് പറയുമ്പോൾ ആ മാധ്യമ പ്രവർത്തകന്റെ അയാളെ ഇതുവരെ അനുഭവിച്ചു പോകുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. സംശയം ഒരു കാരണവശാലും എന്ത് സംഭവിച്ചാലും പോലീസിന്റെ ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പ്രതികരിച്ചതിന്. എത്രത്തോളം സമ്മർദ്ദം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഫോൺ ഹാജരാക്കേണ്ടതില്ല എന്ന പൊതു അഭിപ്രായം തന്നെയാണ് മാധ്യമ ലോകത്തു നിന്നും വരികയും ചെയ്യുന്നത്. എല്ലാവിധ പിന്തുണയും അനുരു അശോകൻ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് KUWJയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ നീക്കം മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, മാധ്യമവേട്ട തന്നെയാണ് എന്നാണ് ഇപ്പോൾ പൊതുവായി വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ നീക്കത്തിനെതിരെ നിയമപരമായിട്ടാണെങ്കിൽ ആ രീതിയിൽ നേരിടാൻ തന്നെയാണ് മാധ്യമം ലേഖകനായ അനുരു അശോകനും തയ്യാറെടുക്കുന്നത്. ഇനി എത്രത്തോളം ആവശ്യം അവർ ഉന്നയിച്ചാലും ഫോൺ ഹാജരാക്കാനോ സോഴ്സ് വെളിപ്പെടുത്താനോ താൻ തയ്യാറാകില്ല എന്നുകൂടി അനുരു അശോകൻ മീഡിയ വണിനോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. PSC വിവര ചോർച്ചയിലാണ് ഇപ്പോൾ മാധ്യമം ലേഖകനായ അനുരു അശോകന് സോഴ്സ് വെളിപ്പെടുത്തണമെന്ന സമ്മർദ്ദം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.